നന്ദുവിന് എന്താ അച്ഛാ പറ്റിയത്? പണ്ടൊക്കെ ആണെങ്കിൽ ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ അവൾക്ക് എത്ര സന്തോഷമായിരുന്നു. എൻ്റെ അടുത്ത് നിന്ന് എത്ര കളിച്ചാലും ചിരിച്ചാലും അവൾക്ക് മതിയാവില്ലായിരുന്നു. പക്ഷെ അവളിപ്പോൾ എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കുന്നത് പോലെ. എന്താ അച്ഛാ ഇതിന് കാരണം? അച്ഛൻ ഇതിനെക്കുറിച്ച് വല്ലതും അറിയാമെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞൂടെ? ഇതാരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? മറ്റാരാ? നമ്മുടെ നയന തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആരോടാണ് പറഞ്ഞത്? നമ്മുടെ ഗോവിന്ദനോട്. എന്തായിരിക്കും അങ്ങനെ പറയാനുള്ള ഒരു കാരണം? അതേക്കുറിച്ചൊക്കെ നമുക്ക് പോവാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അത് മാത്രമല്ല ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ റിവ്യൂവിലേക്ക് പോവാം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോവാം. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഗോവിന്ദ പാല് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ നയനയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, മോളെ ചായ ഇട്ടിട്ട് വാ എന്നിങ്ങനെ പറയണം. അപ്പോൾ നയന പറയണം, അച്ഛാ ശരിക്കും പറഞ്ഞാൽ നന്ദുവിന് എന്താ അച്ഛാ പറ്റിയത്? മുമ്പത്തെ ആ പഴയ നന്ദുവേ അല്ല. നന്ദു പണ്ടൊക്കെ ഞാൻ ഈ വീട്ടിൽ വരുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എത്രമാത്രം കളിയും ചിരിയും തമാശയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ അവൾ ഒരുപാട് മാറിപ്പോയി. പക്ഷെ അവൾക്ക് എന്താ പറ്റിയെന്ന് അമ്മയോട് എത്ര ചോദിച്ചിട്ടും അമ്മ ഒരു കാര്യവും എന്നോട് വിട്ട് പറയുന്നില്ല. ഇനി അച്ഛൻ അറിയാമെങ്കിൽ അച്ഛനെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞൂടെ? എന്തിനാ എന്നിൽ നിന്ന് ഇങ്ങനെ എല്ലാം ഒളിക്കുന്നത്? അപ്പോൾ ഗോവിന്ദൻ പറയാണ്, ഒന്നുമില്ല മോളെ, ശരിക്കും പറയുകയാണെങ്കിൽ അവളെ ഇപ്പോൾ പഴയതുപോലെ ഞങ്ങൾ പുറത്തേക്കൊന്നും വിടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ചുരുക്കൊക്കെയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ആ സമയത്ത് നയന പറയണ, അച്ഛൻ ശരിക്കും പറയുകയാണെങ്കിൽ അവളുടെ ഒരുമാതിരിപ്പെട്ട ഫ്രണ്ട്സിനെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അനിത എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഉള്ളതായിട്ട് അച്ഛനറിയാമോ? എനിക്ക് അനിതയെക്കുറിച്ച് അറിയില്ല. ഇന്നലെ രാത്രിയിൽ പലതവണ പാതിരാത്രിയിൽ ഈ അനിതയുടെ കോള് വന്നിട്ടുണ്ടായിരുന്നു. ആരാണെന്ന് ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായില്ല. അച്ഛനറിയാമോ അതേപ്പറ്റി വല്ലതും? അപ്പോൾ ഉടനെ നമ്മുടെ ഗോവിന്ദൻ പറയണേ, ഇല്ല മോളെ, അങ്ങനെ ഒരു ഫ്രണ്ട് ഇനി ചിലപ്പോൾ അറിയാനൊക്കെ ഇല്ല, ചിലപ്പോൾ കാണുമായിരിക്കും. എന്തായാലും മോൾ ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട, മോള് പോയി ചായ ഇട്ടിട്ട് വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദൻ നമ്മുടെ നയനെ അവിടെ നിന്ന് മെല്ലെ പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം നമ്മുടെ നന്ദു അങ്ങോട്ട് അവിടെ ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, മാറിയിരിക്കുകയാണ് നന്ദു. അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ ചോദിക്കുകയാണ്, അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, നന്ദു എന്താ നിൻ്റെ ഉദ്ദേശം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു പറയുകയാണ്, എന്താ അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? പിന്നല്ലാതെ എങ്ങനെ ചോദിക്കാനാണ്? നിന്നെ എന്തിനാ അനി ഇപ്പോഴും ഫോൺ വിളിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇല്ലച്ചാ, എന്നെ അനി വിളിക്കാറൊന്നുമില്ല. പിന്നെ ആരാ ഈ അനിത എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ഗോവിന്ദൻ. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ നന്ദു ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോവുകയാണ്. നന്ദു പറയാണ്, അതച്ഛൻ എൻ്റെ ഒരു ഫ്രണ്ടാണ്. നിൻ്റെ ഫ്രണ്ടോ? നിൻ്റെ ഫോണിങ്ങ് തന്നേരെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് നന്ദു പറയണേ, എന്തിനച്ചാ എൻ്റെ ഫോണ്? ഇങ്ങോട്ട് നിൻ്റെ ഫോണ് ഞാനൊന്ന് നോക്കട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ നന്ദു ഇങ്ങനെ ബാക്കിൽ വെക്കുകയാണ്. പക്ഷേ ഗോവിന്ദൻ ഇങ്ങനെ പിടിച്ചിങ്ങെടുക്കുകയാണ് മൊബൈൽ. അതിനുശേഷം നോക്കിയിട്ട് പറയുകയാണ്, അനിത എന്ന് പറയുന്ന ആ ഒരു കോള് വന്നത് നോക്കുകയാണ്. അതിനുശേഷം ഗോവിന്ദൻ പറയാണ്, ഈ അനിത എന്നുള്ള ആ പേരിൽ അടിച്ചിട്ടിരിക്കുന്നത് അനിയുടെ നമ്പറാണല്ലോ. അനിയപ്പോൾ നിന്നെ വിളിക്കാറുണ്ടല്ലേ? എന്തിനാ അവൻ പാതിരാത്രി നിന്നെ വിളിക്കുന്നത്? എന്താ അതിൻ്റെ ആവശ്യം എന്നിങ്ങനെ ഗോവിന്ദൻ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു പറയാണ്, അച്ഛാ അത് ഞാനല്ലോ അച്ഛാ വിളിച്ചത്. ശരിക്കും പറയുകയാണെങ്കിൽ അവൻ വിളിച്ചത് ഞാൻ അറിഞ്ഞതുകൂടിയില്ല എന്ന് പറയാണ്. അപ്പോൾ ഗോവിന്ദൻ പറയുകയാണ്, ഇതൊന്നും ശരിയല്ല നന്ദു, നീ എന്ത് വിചാരിച്ചാൽ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്? സത്യത്തിൽ നിൻ്റെ 2 ചേച്ചിമാർ അവിടെയാണ് താമസിക്കുന്നതെന്ന് നിനക്കറിയില്ലേ? ഒന്നാമത്തെ കാര്യം, നിൻ്റെ ചേച്ചിമാർ അവിടെ തുടരുന്നത് അവർക്ക് ആർക്കും ഇഷ്ടമല്ല. നയന മോളെ എങ്ങനെയെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ച് അവിടെ നിന്ന് ഇറക്കി വിടാനാണ് ആ ദേവയാനിയൊക്കെ വിചാരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നീ കൂടി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നയനയുടെ ജീവിതം എന്താവും? ഇപ്പം തന്നെ മോൾക്ക് ഒരുപാട് ടെൻഷനുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ കാരണം സഹിக்க വയ്യാതെയാണ് മോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ നിൻ്റെ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് കൂടി അറിഞ്ഞു കഴിയുമ്പോൾ മോക്ക് എത്രമാത്രം സങ്കടമാവുന്നുള്ളതും നീ ചിന്തിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു പറയണേ, ഇല്ലച്ചാ, ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കില്ല. നീ ആയിട്ട് എന്ത് പ്രശ്നം ഉണ്ടാക്കില്ലെന്നാണ് പറയുന്നത്? നിനക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് നിനക്കറിയാമോ? നിൻ്റെ ഏറ്റവും വലിയ തെറ്റെന്ന് വെച്ചാൽ അനിയെ പറഞ്ഞ് തിരുത്തിയില്ല നീ. അതാണ് നിൻ്റെ ഏറ്റവും വലിയ തെറ്റ്. അർഹതയില്ലാതിരുന്നിടത്താണ് നിൻ്റെ 2 ചേച്ചിമാർ ചെന്ന് എത്തിയത്. എന്നിട്ട് അവർക്ക് ഇപ്പോൾ പോലും അവിടെ തുടരാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. നിൻ്റെ ഈ പ്രവൃത്തി കൂടി അവരാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി?
ഇപ്പം തന്നെ ആ ദേവയാനിക്കും ജലജയ്ക്കും അവർക്കാർക്കും നമ്മളെ കണ്ണിന് നേരെ കണ്ടൂടാ. നയനമോളെ അവർക്കാർക്കും തീരെ ഇഷ്ടമല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നീയും അനിയും തമ്മിലുള്ള ഈ ഒരു വഴിവിട്ട ബന്ധം അവരറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും സ്ഥിതിയെന്ന് നിനക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതുമാത്രമല്ല ആ ജാനകിക്കും അജയനും ഒരുപാട് ഇഷ്ടമാണ് എല്ലാവരോടും. നയനമോളോടും അതെ, നിന്നോടും അതെ, ഞങ്ങളോട് എല്ലാവരോടും അതെ. ആ സ്നേഹമൊക്കെ നീയായിട്ട് ഇല്ലാണ്ടാക്കുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ കേട്ടിട്ട് നന്ദുവിന് നല്ല വിഷമം തോന്നുകയാണ്. അപ്പോൾ നന്ദു പറയാണ്, ഇല്ലച്ചാ അച്ഛൻ വിഷമിക്കണ്ട, ഞാനങ്ങനെ ഒരു തെറ്റും ചെയ്യില്ല എന്നിങ്ങനെ പറയുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ആദർശ് നല്ല ഉറക്കത്തിലായിരുന്നു. പുള്ളിക്കാരൻ ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെ തപ്പി നോക്കുകയാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ തപ്പി നോക്കുകയാണ്. നോക്കുമ്പോഴത്തേക്ക് മേശയുടെ പുറത്താണ് കൈ വെച്ച് ഇങ്ങനെ തപ്പി നോക്കുമ്പോഴത്തേക്ക് ഒന്നുമില്ല അവിടെ. അങ്ങനെ പുള്ളി അവിടെ കോട്ടുവായൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ടേബിളിൻ്റെ പുറത്ത് നോക്കുമ്പോൾ അവിടെ ചായ ഇല്ല. അപ്പോൾ ആദർശ് അവിടെ കിടന്ന് അലറുകയാണ്. നയനീ നയനീ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ കിടന്ന് അലറുകയാണ്. അപ്പോൾ ആ സമയത്തിന് ദേവയാനി ചായ കൊണ്ടുവരികയാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നയന അവിടെ ഇല്ല എന്നുള്ള കാര്യം നമ്മുടെ ആദർശ് മറന്നു പോവുകയാണ്. അപ്പോൾ ആദർശ് ശരിക്കും ദേവയാനിയുടെ മുഖത്തേക്ക് നോക്കുന്നില്ല, ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കണം, എന്തുവാടി, എവിടെ ആയിരുന്നു നീ ഇത്രയും നേരം? എനിക്ക് ബെഡ് കോഫി നിർബന്ധമാണെന്ന് നിനക്കറിയില്ലേ? എന്താ ഇത്രയും താമസം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദേവയാനി പറയാണ്, എന്താ നിനക്ക് നിൻ്റെ ഭാര്യ കൊണ്ടു തന്നാൽ മാത്രമേ നീ കോഫി കുടിക്കുള്ളൂ? ഞാൻ കൊണ്ടു തന്നാൽ എന്താ കോഫി നിനക്ക് കുടിക്കാൻ പറ്റില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. പെട്ടെന്ന് ആദർശ് ഇങ്ങനെ നോക്കുമ്പോൾ ആദർശിന് മനസ്സിലാവുകയാണ്, അയ്യോ അമ്മയാണെന്നുള്ള സ്ഥലകാല ബോധം അപ്പോഴാണ് ആദർശിനുണ്ടാവുന്നത്. ആദർശ് പറയാണ്, അയ്യോ അമ്മേ, ഞാൻ പെട്ടെന്ന് നയനയാണെന്ന് വിചാരിച്ച്. ഓ, നിനക്കപ്പോൾ ഊണിലും ഉറക്കത്തിലും ഒക്കെ അവളെക്കുറിച്ച് മാത്രമാണ് ചിന്ത അല്ലേടാ? നീ എൻ്റെ കൂടെ ഒന്ന് പറയും, നീ അവളെ കൂടെ മറ്റൊന്ന്. ഇതാണോ നിൻ്റെ മനസ്സിലിരിപ്പ്? അപ്പോൾ നീ അവളെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുകയാണല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയണേ, ഏയ് അങ്ങനെയൊന്നുമില്ല അമ്മേ. അത് പിന്നെ ഒരുപാട് ദിവസം നമ്മളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ, നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ പെട്ടെന്ന് വീട്ടിലില്ലാതെ വരുമ്പോൾ നമുക്കൊരു ശൂന്യത തോന്നില്ലേ, നമുക്കൊരു വിഷമം തോന്നില്ലേ? അത് മാത്രമേ ഉള്ളൂ. ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ റെഡി ആയിക്കോളും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയണ, ആഹാ കൊള്ളാലോ, അപ്പം നീ എന്താ പറഞ്ഞത്, നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളെന്ന്? നീ അപ്പം അവളെ സ്നേഹിക്കാൻ തുടങ്ങിയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയണ, ഏയ് അങ്ങനൊന്നുമില്ല അമ്മേ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഒന്നുമില്ലെങ്കിലും ഞാനും അവളും ഒരു മുറിയിലല്ലേ കഴിയുന്നത്. അപ്പോൾ പെട്ടെന്ന് അവൾ ഈ മുറിയിൽ ഇല്ലാതിരുന്നപ്പോഴുള്ള ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു ശൂന്യതയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത്. അപ്പോൾ ദേവയാനി പറയണ, നീ കൂടുതലൊന്നും പറയണ്ട, ഇനി നീ കൂടുതലൊന്നും പറയണ്ട. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മാത്രം മതി, അല്ലാതെ അവളില്ലാത്തതിനെ പറ്റി നീ ചിന്തിക്കുകയൊന്നും വേണ്ട എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയണ, അത് അമ്മ ഒറ്റയ്ക്ക് കിടന്ന് ജോലി ചെയ്ത് അമ്മയുടെ ഊപ്പാട് വരുന്നുണ്ടല്ലേ, നമുക്ക് ആ മീനാക്ഷി ചേച്ചിയെ എങ്ങനെ തിരിച്ചു വിളിച്ചാലോ എന്നിങ്ങനെ ചോദിക്കണം ആദർശ്. അപ്പോൾ ദേവയാനി പറയണ, ആരെയും വിളിക്കണ്ട, എനിക്കറിയാം ഒരു വീട് ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന്. ഇവളുമാരൊക്കെ വരുന്നതിന് മുമ്പ് ഞാനും ജലജയും കൂടിയൊക്കെ തന്നെയാണല്ലോ ഈ വീട് കൊണ്ടുപോയത്. അമ്മേ, അന്ന് ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ അതുപോലല്ലല്ലോ സ്ഥിതി. ആഹാ, അതെ, എനിക്കും ജലജയ്ക്കും കഴിയും ഈ വീട് എങ്ങനെ കൊണ്ടുപോകണമെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇനി അവളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, ഇനി അവളെ പറ്റി നീ വിശദീകരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ദേവയാനി ദേഷ്യപ്പെട്ടിട്ട് പോവുകയാണ്. അപ്പോൾ ആദർശ് ചായ എടുത്ത് ഇങ്ങനെ കുടിച്ചു നോക്കിയിട്ടാണ് ആദർശ് പറയുന്നത്, എന്തൊക്കെ പറയാനും നയന കൊണ്ടുതരുന്ന കോഫിക്ക് അതൊരു പ്രത്യേക ടച്ച് തന്നെ ഉണ്ടായിരുന്നു, അവളുടെ സ്നേഹം കൂടി ഉണ്ടായിരുന്നു അതിനകത്ത്. പക്ഷേ ഇതിലെന്തോ അതില്ല എന്നിങ്ങനെ പറയുകയാണ് ആദർശ് ഇങ്ങനെ പറയുകയാണ്. അതേസമയം നമ്മുടെ നന്ദു ഇങ്ങനെ ആകെ മടി പിടിച്ച് മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ്. നയനെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, മോളെ നിനക്ക് എന്താ പറ്റിയത്, നീ എന്താ ഇങ്ങനെ ഈ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല ചേച്ചി, എനിക്കൊന്നുമില്ല. നിനക്കൊന്നുമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നമുക്ക് നടക്കാൻ പോവാം. ഇല്ല ചേച്ചി, ഞാൻ വരുന്നില്ല, ചേച്ചി പൊയ്ക്കോ. ആഹാ, അതല്ലായിരുന്നല്ലോ ഇവിടുത്തെ സ്ഥിതി. നമ്മൾ നടക്കാൻ പോയാലും നമ്മൾ എവിടെ പോയാലും നമ്മൾ ഒരുമിച്ചായിരുന്നല്ലോ. ഇന്നെന്താ ഇത്ര ഒരു മാറ്റം? ഇതിനു മുമ്പ് നീയല്ലേ എന്നെ ഒരുങ്ങിയിട്ട് വന്നിട്ട് നടക്കാൻ പോകാനായിട്ട് വിളിക്കുന്നത്? ഇന്ന് ഞാൻ വന്ന് വിളിച്ചവർക്ക് നിനക്ക് വരാൻ പറ്റുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം നയന പറയുകയാണ്, എന്തായാലും നീ ഒപ്പം വന്നേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ നന്ദു നയനയുടെ കൂടെ പോവാണ്. അങ്ങനെ അവർ രണ്ടുപേരും നടന്ന് ഇങ്ങനെ വരികയാണ്. അപ്പോൾ മറുവശത്ത് നിന്ന് നമ്മുടെ ആദർശ് നടന്നു വരികയാണ്. അങ്ങനെ അവർ ഒരുമിച്ച് കാണുമ്പോഴത്തേക്ക് നയന പറയണ, ആഹാ ആദർശേട്ടൻ നമ്മൾ ഇതിലേ വരുമെന്ന് അറിഞ്ഞിട്ടാണോ ഇതിലേ നടക്കാനായിട്ട് വന്നത് എന്നിങ്ങനെ നയന ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയണം, ഇതിലേപ്പം ഞാനിപ്പോൾ നിങ്ങളെ കാണേണ്ട ആവശ്യം എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയണ, അല്ല
എന്നെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ആദർശേട്ട ഇതിലേ വന്നത്. നിന്നെ കാണാൻ എന്താ, നിനക്കെന്താ ഇത്ര പ്രത്യേകത എന്നിങ്ങനെ ആദർശ് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു ചോദിക്കുകയാണ്, അല്ലേ ഏട്ടാ, ചേച്ചിയെ കാണാനെന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? നിങ്ങൾ ഭാര്യയും ഭർത്താവും അല്ലേ, നിങ്ങൾ ഒരുമിച്ച് കാണുന്നതിലേക്ക് എന്താ കുഴപ്പം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയണം, അങ്ങനെയാണെങ്കിലുണ്ടല്ലോ ഇവളെന്തിനാ അവിടെ വന്ന് നിൽക്കുന്നത്? ഇവക്കെന്താ അവിടെ അനന്തപുരിയിൽ നിന്നിട്ട് അവളെന്തിനാ അവിടെ വന്ന് നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നോട് ഇവളൊരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. അപ്പോൾ നയന പറയണം, ഞാനെന്തിനാ പറയുന്നത്? ആദർശേട്ടനൊക്കെ എന്നോട് വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ, ഞാനവിടെ ഇല്ലാതിരിക്കുന്നതല്ലേ നിങ്ങൾക്കൊക്കെ ഇഷ്ടം, അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയണം. അപ്പോൾ ആദർശ് പറയണം, അങ്ങനെയാണെങ്കിലേ നീ ഇനി അങ്ങോട്ട് വരണ്ട, നീ നിൻ്റെ വീട്ടിൽ തന്നെ നിന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ആദർശേട്ടൻ വന്ന് വിളിക്കേ, ഞാൻ വരാം. നീ ഇപ്പം ഞാൻ വിളിച്ചിട്ട് നീ വരാനായിട്ട് നിൽക്കണ്ട, അതിനേക്കാളുമേ നീ നിൻ്റെ വീട്ടിൽ തന്നെ അങ്ങ് നിന്നാൽ മതി എന്നിങ്ങനെ ആദർശ് പറയുകയാണ്. അതിനുശേഷം ആദർശ് ഒരു വഴിക്കൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ നന്ദു പറയണ, അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നു ചേച്ചി, ആദർശേട്ടനോട് എതിർത്തൊന്നും പറയാതിരുന്നെങ്കിൽ ആദർശേട്ടൻ മിണ്ടാതെ നിന്നേനെ. അല്ല ചേച്ചി, നിങ്ങളിടയിൽ എന്താ ഇങ്ങനെയൊക്കെ? ആദർശേട്ടന് ഇപ്പോഴും ചേച്ചിയോടുള്ള പിണക്കമൊന്നും മാറിയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നയന പറയണേ, ഇല്ല മോളെ, പിന്നെ ഞാനായോണ്ട് എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് അവിടെ നിൽക്കുന്നതാ. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ മുത്തച്ഛൻ്റെ കാലശേഷമുള്ള എൻ്റെ ജീവിതം എന്താവുമെന്ന് എനിക്ക് പോലും അറിയില്ല എന്നിങ്ങനെ നയന പറയുകയാണ്. ആദർശ് അതേസമയം നടന്നിങ്ങനെ പോവുകയാണ്. കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന് ചെന്നിട്ട് ആദർശ് മാറി നിൽക്കുകയാണ്. എന്നിട്ട് ആദർശ് ചിന്തിക്കുകയാണ്, എനിക്ക് വല്ല കാര്യമുണ്ടായിരുന്നു, ഞാൻ എന്തിനാ ഇങ്ങനെ നയനയോട് ദേഷ്യപ്പെട്ടത്? സത്യം പറഞ്ഞാൽ അവളെ കണ്ടപ്പോൾ മനസ്സിന് നല്ല ആശ്വാസം തോന്നിയതാണ്, പ്രത്യേക ഒരു സന്തോഷം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതില്ല. വല്ല കാര്യമുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ അത്രയും കടുപ്പിച്ച് അവളോട് സംസാരിക്കേണ്ടായിരുന്നു. ഇതാ എൻ്റെ ഒരു കുഴപ്പം, ആവശ്യമില്ലാത്ത കാര്യങ്ങളേ ചെയ്യുള്ളൂ എന്നിങ്ങനെ ആദർശ് തന്നെ സംസാരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ കനകയാണെങ്കിൽ ഫ്രണ്ടിൽ സിറ്റൗട്ടിൽ ഇരുന്നിട്ട് പത്രം വായിക്കുകയാണ്. അപ്പോൾ ആദർശ് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ആദർശിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ കനക അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ആഹാ, ആദർശമോ നടക്കാൻ ഇറങ്ങിയല്ലേ? അമ്മയ്ക്കറിയാം നയനമോള് നടക്കാൻ ഇറങ്ങും എന്നുള്ളത് അറിയാവുന്നത് കൊണ്ടല്ലേ ആദർശമോ പോയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, അതിന് നയന നടക്കാൻ പോകുമെന്ന് എനിക്കെങ്ങനെ അറിയാം? മോനെ അറിയാം, നന്ദുവിനൊപ്പം നയനയും കൂടി നടക്കുന്നുള്ള കാര്യം. ഉടനെ മോളതെല്ലാം വിളിച്ച് അമ്മയെ അറിയിച്ചു അല്ലേ? ആദർശ് മോനെ, എത്രയാണെങ്കിലും നമ്മൾ അമ്മയും മോളും അല്ലേ? അങ്ങനെ എല്ലാ കാര്യവും അമ്മമാരോട് മക്കൾ പറയുന്നതിൽ എന്താ ആദർശ് മോനെ തെറ്റ് എന്നിങ്ങനെ ചോദിക്കണം കനക. അപ്പോൾ ആദർശ് പറയാണ്, അത് പറയുന്നതിൽ തെറ്റൊന്നുമല്ല, ഞാൻ പിന്നെ അവളൊന്നും അതിലെ വരുമെന്നൊന്നും കരുതിയിട്ടൊന്നുമല്ല ഞാൻ അതിലേ പോയത്, ഞാനല്ലാതെ പോയതാണ്. അങ്ങനെ അല്ലല്ലോ നയനമോള് പറഞ്ഞത്. നയനമോള് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ നയനമോൾ ഉള്ളപ്പോൾ മാത്രമേ ആദർശമോൻ അതിലേ പോകത്തുള്ളൂ, നയനമോൾ ഇല്ലാത്തപ്പോൾ ആദർശമോൻ ആ വഴി പോവില്ലെന്നല്ലേ നയനമോൾ പറഞ്ഞത് എന്നിങ്ങനെ പറയണേ. അപ്പോൾ ആദർശ് പറയണേ, അതൊന്നും എനിക്കറിയില്ല, പിന്നെ ഞാൻ അവളെ കാണാനൊന്നും അല്ല അതിലേ പോയത്. ആദർശമോനെ, ഈ വഴക്കും ഈ പിണക്കത്തിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, നിങ്ങൾ ഇളം പ്രായമല്ലേ, എന്തിനാ ഇങ്ങനെ പരസ്പരം കലഹിച്ച് കഴിയുന്നത്? മോൻ ചെന്നിട്ട് മോളെ വിളിച്ചോണ്ട് വാ. അപ്പോൾ ഉടനെ ആദർശ് പറയുകയാണ്, എനിക്ക് പറ്റില്ല, അവൾ താനെയല്ലേ പോയത്, അവൾക്ക് അത്രയ്ക്ക് അഹങ്കാരം ഉണ്ടായിട്ടല്ലേ പോയത്, അവൾ താനെ ഇങ്ങനെ തിരികെ വരട്ടെ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ കനക പറയണ, അല്ല ആദർശ് മോനെ, അങ്ങനെയല്ല, നമ്മൾ വാശിയൊക്കെ വേണം, ആവശ്യത്തിന് മാത്രം. വാശി ഒരുപാടായി കഴിയുമ്പോൾ പിന്നീട് ജീവിതം കൈവിട്ട് പോയി എന്ന് വരും എന്നിങ്ങനെ പറയണം. അപ്പോൾ ആദർശ് പറയണം, അത് എനിക്ക് മാത്രം തോന്നിയാൽ പോരല്ലോ, അവൾക്കും കൂടി തോന്നണ്ടേ? ആദർശ് മോൻ്റെ മുത്തശ്ശൻ്റെ കാര്യമൊക്കെ അറിയാലോ, മുത്തശ്ശന് നയനമോൾ ഇവിടെ ഉണ്ടാവുന്നതാണ് ഇഷ്ടം, പിന്നെ മോന് ഈ ഒരു വാശിയൊക്കെ അങ്ങ് ഉപേക്ഷിച്ചൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയണം, എനിക്കങ്ങനെ പ്രത്യേകിച്ച് വാശിയൊന്നുമല്ല, പിന്നെ എനിക്ക് തോന്നുന്നു അവൾ ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കും, അവൾ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിനെ സുഖിക്കാൻ വേണ്ടിയിട്ട് പോയി നിൽക്കുന്നതായിരിക്കും. കഷ്ടപ്പാടൊക്കെ ഇല്ലാതിരിക്കുമ്പോഴത്തേക്കേ കുറച്ച് ദിവസം നിന്ന് റെസ്റ്റ് എടുത്തിട്ട് അവൾ താനേ ഇങ്ങ് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആദർശിൻ്റെ മുറിയിലേക്ക് കയറി പോവുകയാണ്. പക്ഷെ മുറിയിലേക്ക് ചെന്നെങ്കിലും ആദർശിന് മനസ്സിന് ഒരു സന്തോഷവുമില്ല. ആദർശ് ഇങ്ങനെ മാറി ഇങ്ങനെ ഓരോന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആദർശ് ആലോചിക്കുന്നത് നയനയെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അതായത് നയന ആദർശിൻ്റെ തലമുടിയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്ന സംഭവം ആലോചിക്കുകയാണ് ആദർശ്. അപ്പോൾ ആദർശ് പറയണം, എന്താടി ഇത് പെല്ലേ, ഇതെന്തോ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ കുറ്റം പെടുത്തുകയാണ്. അപ്പോൾ നയന പറയണേ, എന്താ ആദർശേട്ടാ ഇത്, തലയിൽ മസാജ് ചെയ്ത് തരികയല്ലേ, ഒന്ന് അനങ്ങാതെ അവിടെ ഇരിക്കുക എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ മസാജ് ചെയ്ത് കുറേ നേരം മസാജ് ചെയ്യുമ്പോൾ ആദർശ് ഇങ്ങനെ കണ്ണും പൂട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നയന ചോദിക്കണം, മസാജ് ചെയ്ത് കിടന്ന് ഉറങ്ങിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയണം, നീ മസാജ് ചെയ്തിട്ട് ഒട്ടും കൊള്ളില്ല, എനിക്ക്
എനിക്ക് തല വേദനിക്കുന്നു. അപ്പോൾ നയന പറയണ ആദർശേട്ടൻ്റെ തലമുടിക്ക് പോലും എന്നെ ഇഷ്ടപ്പെടുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. തലമുടിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും മസാജ് ചെയ്തപ്പോൾ കൊള്ളാമല്ലേ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ആദർശ് പറയാണ്, തലമുടിക്കെന്നല്ല, പാദം മുതൽ തലവരെയുള്ള ഒരു ഭാഗത്തിനും എനിക്ക് നിന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ നയന പറയണം, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനൊക്കും ആദർശേട്ടാ, ഞാൻ കൊള്ളില്ല, എന്നാലും ഞാനിതുപോലെയുള്ള സഹായങ്ങൾ ചെയ്തു തരുന്നേക്ക് ആദർശേട്ടന് കൊള്ളാം അല്ലേ എന്നിങ്ങനെ നയന പറയുകയാണ്. ആ കാര്യം ആദർശ് ആലോചിക്കുകയാണ്. അതിനുശേഷം എന്ന് വെച്ചാൽ ആദർശ് ഒരു ബോട്ടിലുമായിട്ട് മേലോട്ട് കയറി ചെല്ലുന്നതാണ് കാണിക്കുന്നത്. ജയനുണ്ട്, കനകയുണ്ട്. അപ്പോൾ കനക ചോദിക്കണേ, എന്താ ആദർശ് മോനെ, എന്താ? ഇതേ അമ്മേ, ഇത് ഞാൻ തലയിൽ തേക്കുന്ന കാച്ചി എണ്ണയുടെ കുപ്പിയാണ്. കാച്ചി എണ്ണ തീർന്നു പോയി. ശരിക്കും പറയുകയാണെങ്കിൽ ഇതെനിക്ക് നയനയാണ് കാച്ചി തേക്കാനായിട്ട് തന്നുകൊണ്ടിരുന്നത്. എനിക്ക് ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നയന എന്നോട് പറഞ്ഞു, ഈ എണ്ണ തേച്ചാൽ മതി, പിന്നീട് അലർജിയുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന്. അതിനുശേഷം ഞാനിതാ ശരിക്കും പറഞ്ഞ് തേച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിപ്പോൾ തീർന്നു പോയി, എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിക്കുകയാണ്. ആദർശ് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ കനക പറയണം, അതിനെന്തിനാ ആദർശമോ വിഷമിക്കുന്നത്, ഇങ്ങ് തന്നേരെ, ഞാൻ കാച്ചി തരാം മോനെ, അമ്മയ്ക്കറിയാം അത് കാച്ചാൻ, അമ്മ തന്നെയാണ് അവളെ പഠിപ്പിച്ചു കൊടുത്തത്. പിന്നെ നയനമോൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദർശേട്ടൻ്റെ എണ്ണ തീരാറായിട്ടുണ്ട്, അതൊന്ന് കാച്ചി തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനതങ്ങ് വിട്ടുപോയതാ മോനെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കനക കുപ്പി അങ്ങ് വാങ്ങിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്നിട്ട് നമ്മുടെ കനക അങ്ങോട്ട് നടന്ന് പോകുമ്പോഴത്തേക്ക് ജയൻ പറയാണ്, എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ, നിനക്ക് സ്വന്തം ഭാര്യയെ ഇങ്ങ് വിളിച്ചുകൊണ്ട് വന്നിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടായിരുന്നോ? സ്വന്തം ഭാര്യ അടുത്തില്ലാത്തത് കൊണ്ടല്ലേ കാച്ചി എണ്ണ കാച്ചാനും അതിനും ഇതിനും മറ്റുള്ളവരെയൊക്കെ ആശ്രയിക്കേണ്ടി വരുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ്, ഇല്ലച്ചാ, ഞാനായിട്ട് വിളിക്കുന്നില്ല, അവൾ തന്നെത്താൻ പോയതല്ലേ, തന്നെത്താൻ മതിയാകുമ്പോൾ അവളിങ്ങ് വന്നേക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ജയൻ പറയുകയാണ്, അങ്ങനെയല്ല, അച്ഛൻ്റെ കാര്യം തന്നെ അറിയാലോ, അച്ഛനാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട ആരെയും ഇഷ്ടപ്പെടുന്ന ആളല്ല, എന്നിട്ടും അച്ഛൻ നയനെ ഇത്രയേറെ ഇഷ്ടപ്പെട്ടപ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് നിനക്ക് ചിന്തിച്ചുകൂടെ? അന്നത്തെ ആ ഒരു ദിവസമാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. ഞാനന്ന് ടൂറ് കഴിഞ്ഞിട്ട് വന്ന സമയത്തിന് നയനമോള് മഴ നനഞ്ഞ് മുറ്റത്ത് നിന്നത്. എത്ര പറഞ്ഞിട്ടും ആ കുട്ടി അകത്തേക്ക് വരാനായിട്ട് കൂട്ടാക്കിയിരുന്നില്ല. പിന്നീട് ഞാൻ നിർബന്ധിച്ച അവളെ ഇവിടെ നിർത്തിയിരുന്നത്. ആ സമയത്ത് അച്ഛൻ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? മോനെ, അവളെ ഈ വീട്ടിൽ നിന്നും വിടരുത്, വീടിൻ്റെ മഹാലക്ഷ്മി പടിയിറങ്ങി നിൽക്കുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവില്ലേ ആദർശേ? പണ്ട് തൊട്ടേ നീ എന്നെയും അതുപോലെ അച്ഛനെയായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. നിനക്കിപ്പോൾ എന്താ പറ്റിയത്? നമ്മൾ പറഞ്ഞിട്ട് നിനക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. പിന്നീട് നീ അമ്മ പറയുന്നതൊക്കെ എല്ലാം കേൾക്കണം, പക്ഷേ അത് നല്ല കാര്യങ്ങളായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഒരുപാട് ഉപദേശിക്കുകയാണ് നമ്മുടെ ആദർശിനെ ഉപദേശിക്കുകയാണ്. അങ്ങനെ ആദർശ് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പോൾ കനക അങ്ങോട്ടേക്ക് വരികയാണ്. കനക വന്നിട്ട് പറയാണ്, ആദർശ് മോൻ്റെ അച്ഛൻ സംസാരിച്ചത് മുഴുവൻ ഞാൻ കേട്ടായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഇവരുടെ കാര്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട് ആദർശ് മോൻ്റെ അച്ഛ, ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും എന്നിങ്ങനെ പറയുകയാണ്. നയനമോളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അവൾക്ക് വാശിയായിട്ട് നിൽക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ജയൻ പറയുകയാണ്, അതിന് നയനമോളെ കുറ്റം പറയാൻ പറ്റില്ല കനകെ. കാര്യം എന്താണെന്ന് വെച്ചാലേ, അവൾ അങ്ങനെ സാധാരണ പെൺകുട്ടികളെ കണക്ക് ചുമ്മാ പ്രതികരിക്കുകയും പ്രശ്നങ്ങളുണ്ടാക്കുകയും ചെയ്യുന്നൊരു കുട്ടിയല്ല. അവൾക്ക് അത്യാവശ്യം ക്ഷമയും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. പിന്നെ അച്ഛൻ പറഞ്ഞതും ഇതുപോലെ തന്നെയാണ്. കുട്ടികൾ തമ്മിൽ ഒന്ന് മാറി നിൽക്കുമ്പോഴായിരിക്കും അവരുടെ ആ ഒരു സ്നേഹം പുറത്തു വരുന്നത്. ചിലവരങ്ങനെയാണ്, കൂടെ നിൽക്കുമ്പോൾ അവരൊന്നും അറിയില്ല, അവരറിയാൻ ശ്രമിക്കത്തുമില്ല. അതേസമയം മാറി നിൽക്കുമ്പോഴാണ് അവരില്ലാത്തതിൻ്റെ ആ ഒരു കുറവ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു പോരായ്മ മനസ്സിലായി കഴിയുമ്പോൾ അവർ പിന്നീട് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ പിന്നീട് ഒരിക്കലും അവർ വേർപിരിഞ്ഞ് നിൽക്കത്തില്ല. അത്രയ്ക്ക് അവരടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ദേവയാനിയുടെ വാക്ക് കേട്ടിട്ടാണ് ആദർശ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. എനിക്കറിയാം എൻ്റെ മോനെ, അവന് ശരിക്കും പറഞ്ഞാൽ നയനോട് മനസ്സിൽ ഒരുപാട് സ്നേഹമുണ്ട്. പക്ഷേ കുട്ടിക്കാലം തൊട്ടേ ശ്വാസമുട്ടായിരുന്ന അവനെ പരിചരിച്ച് അവൻ്റെ അമ്മയെ അവന് പിണക്കാനാവില്ല. അതാണ് അവർക്കിടയിൽപ്പെട്ട ആ ഒരു ഇതെന്ന് വെച്ചാൽ. പക്ഷേ ഇങ്ങനെ പോവുകയാണെങ്കിൽ നയനമോള് അവിടെ മാറി നിൽക്കുമ്പോഴത്തേക്ക് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ആദർശിന് സ്വയം തോന്നും നയനയില്ലാതെ അവന് ജീവിക്കാൻ പറ്റില്ലെന്ന്. അങ്ങനെ ഒരു സാഹചര്യം ആകുമ്പോഴത്തേക്ക് അവൻ കൂട്ടിക്കൊണ്ട് വന്നു കഴിയുമ്പോൾ പിന്നീട് അവരുടെ ജീവിതത്തിൽ അവരൊരിക്കലും പിരിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജയൻ നമ്മുടെ കനകയോട് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ജയനും കനകയും കൂടി ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. അതോടുകൂടി
നമ്മുടെ ഇന്നത്തെ പത്തനംമാറ്റ സീരിയലിൻ്റെ എപ്പിസോഡ് കഴിയാണ്. എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡായിരുന്നു. എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ബെല്ലൈക്കൻ കൂടി അമർത്താനും മറക്കരുത്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ ഞാൻ പെട്ടെന്ന് വരാം. അതുവരെ എല്ലാവർക്കും ബായ്.